Exhale. Inhale. Exhale. See you tomorrow morning, 7 a.m. sharp. Okay? Thank you. Thank you. Pranamam. Pranamam. Devi, कैसे हो? ठीक है गुरुजी. Hi, Dastakir. ഹായ്. എങ്ങനെയുണ്ട് പ്രോഗ്രസ്? നല്ല സുഖമുണ്ട് മാഷെ. മൊത്തത്തിൽ നല്ല ഉന്മേഷമുണ്ട്. ദേഷ്യം വരാറുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ദേഷ്യവും ടെൻഷനും ഇപ്പോഴും ഒരു കുറവില്ല. ദേഷ്യം വരുമ്പോ ദീർഘനിശ്വാസം വലിച്ചു വിടാറില്ലേ? നന്നായിട്ട്. 1 മുതൽ 10 വരെ മനസ്സിൽ എണ്ണുന്നില്ലേ? പുറത്തു വിടാറുണ്ട്. ശരിക്കും സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് മാഷെ. ഭയങ്കര റോങ്ങാ. ഒരു സ്പെഷ്യൽ ടിപ്പ് തരട്ടെ? പറയും മാഷെ. ഔട്ട് ഓഫ് സിലബസ് ആണ്. ഓ, വല്ലാണ്ട് ദേഷ്യം വരുമ്പോ ഒരു പൊട്ടണ പ്ലേറ്റ് എടുത്ത് സേഫായ സ്ഥലം നോക്കി നിലത്തുടങ്ങിരിക്കുക. പ്രാന്താൻ തോന്നില്ലേ? അതാണ്. പക്ഷേ എഫക്റ്റീവാണ്. പ്രഷർ കുക്കറിൽ നിന്ന് വിസിൽ പോകുന്ന പോലെ ഉള്ളങ്ങോട്ട് ഫ്രീ ആവും. ആദ്യം കുറെ പ്ലേറ്റുകൾ ചെലവാകും, പിന്നെ കുറയും. ദേഷ്യവും പ്ലേറ്റിന്റെ എണ്ണവും. എന്നാലും ഇത് മക്കളുടെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ചിട്ട് ആരും കാണാതെ മുറി കയറി ചെയ്താൽ മതിയെന്ന്. എന്നിട്ടൊരു ചൂലെടുത്ത് മുക്കിലും മൂലയിലും ഒക്കെ ചെതറിക്കിടക്കുന്ന കഷ്ടങ്ങള് പതുക്കെ അങ്ങ് പറക്കെടുക്കുക. അപ്പ കാണിക്കുന്ന ക്ഷമയുണ്ടല്ലോ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇതൊക്കെ സയന്റിഫിക് ആണ് മാഷെ. സയന്റിഫിക് ആണ്, ശരിക്കും സയന്റിഫിക് ആണ്. ഡെലിബറേറ്റഡ് പ്രഷർ റിലീസിംഗ് ടെക്നിക് എന്ന് പറയും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറഞ്ഞാ മതി. ചന്ദ്രേട്ടൻ്റെ ഓണൊക്കെ വർക്ക് ചെയ്യും. അതടിച്ചോ വേണമെങ്കിൽ വെറുതെ വളക്ക്. ഇതെന്താണ് ബോർഡ് ആദ്യമായിട്ടാണ് കണ്ടത്? ശുഭദിനം ചന്ദ്രേട്ട. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഫുൾ ചാർജ് ആണ് ചന്ദ്രേട്ട. ഓ, വാ. ഗുഡ് മോർണിംഗ് കാ. ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും ബോസ്. വലൈക്കും സലാം. ഗുഡ് മോർണിംഗ് കാ. അത്ര മോർണിംഗ് കാ, പഴയൊരു ബില്ലുണ്ട്. പുതിയതൊന്നും കയ്യില്ലാത്തവരാണ് പഴയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കില്ല ടിറ്റോ. തരാനുള്ള കാശും പഴയതായോ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇപ്പറക്കെ കാശ് പറ. ലിവ് ഇൻ ദ പ്രസന്റ് മാൻ. കളിക്കലിക്ക, കമ്പനി നല്ല പ്രശ്നമുണ്ട്. നാട്ടിൽ നിന്നാണെങ്കിൽ വീട്ടുകാർ അതിനേക്കാളും വലിയ പ്രശ്നം. എല്ലാത്തിനും ഒറ്റ സൊല്യൂഷൻ, യോഗ. ഇതെന്തിനത്? ശ്വാസകോശം സ്പോഞ്ച് പോലെ അവതരിക്കാൻ ഓക്സിജൻ നന്നായിട്ട് വലിച്ചു കയറ്റിക്കോ. ഇക്ക, ഇപ്പൊ ഇത്തിരി ഓക്സിജൻ എനിക്ക് തന്നില്ലെങ്കിൽ കമ്പനിക്കാർ എന്റെ ഓക്സിജൻ കട്ട് ചെയ്യും. തരാട് ചക്കരെ. ഇപ്പൊ ഇത് പിടി. എന്തിനാ എന്നെ പറ്റിച്ചോളാ. ചന്ദ്രേട്ടാ, ഒന്ന് കൗണ്ടറിലിരിക്കോ? There is one offer, madam. Buy 3 take 1 free. Oh, I see. Yes. And we have free home delivery. Any single item we will give you. Oh, okay. Assalamu alaikum. വലൈക്കും സലാം. തിന്നുമ്പോ ഒരു കിലോട്ട് തിന്നു. ഞാൻ ശമ്പളത്തിന് പിടിച്ചോളാം. സത്താറെ, ഇതിന്ന് ഒരു 4-5 എടുത്ത് വണ്ടി വെച്ചോ. ശരി. പൊട്ടാതെ നോക്കണേ. ആ इलेक्ट्रिशियन विलिक्की चंद्रेटा, शॉर्ट सर्किट हो. मैं करूंगा बॉस. तुमको मालूम? जरूर, मैं कराची से इलेक्ट्रिशियन कोर्स किया ना. अरे वाह. അതെ, കറാച്ചിയിലെ ഇലക്ട്രീഷ്യൻ കോഴ്സാണ് കേട്ടോ. അവൻ ചെയ്യട്ടെ ചന്ദ്രേട്ടാ. ഉത്സാഹമുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കണ്ടേ? എന്നാ ജൽദി കരോ അബി. मैं सीढ़ी लेकर आएगा. പണി അറിയാൻ നടക്കണ്ട ഇവിടെ. या अल्लाह. बिस्मिल्लाह. പോകാ. ദസ്തഗീറേ, ഇവിടെ കളിച്ചത് നല്ല മോൾ. बिजली गया क्या? അടിക്കണ എന്തിനാ? രാജു, ആ പ്ലഗ് പോയിന്റുകളും വയറും എല്ലാ ഫ്യൂസും ചെക്ക് ചെയ്തോളൂട്ടാ. ആ ഡി ബിയിലേക്കുള്ള വയർ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. ഒരു മിനിറ്റ്.
കിളിക്കല്ലേ? കൂടായില്ലേ? കൂളായി ജോസേട്ടാ. വാ, എന്തേ? ഒരു കാര്യം പറയട്ടെ. ഒക്കെ ഒരു നിമിത്തമാണ് ജോസേട്ടാ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജോസേന്റെ കട തൊട്ടടുത്ത് ഉണ്ടാവാന്ന് പറയുന്നതും കാശൊന്നും കിട്ടുമെന്ന് അറിഞ്ഞിട്ടും ജോസനെ എന്നെ സഹായിക്കാന്ന് പറയുന്നതൊക്കെ അല്ലേ? ഞാനിന്ന് രാവിലെ കടയിലേക്ക് വരുമ്പോഴേ ബൈബിൾ ഒന്ന് വെറുതെ മറിച്ചു നോക്കി. നന്നായി. വെറുതെ സാത്താന്റെ ചതിയിൽ പെടാതെ സൂക്ഷിപ്പിൻ, അതായിരുന്നു ആ വാക്യം. അതാ 2 പേജ് മറിച്ചിട്ടുണ്ടെങ്കിൽ അയൽക്കാരൻ സ്നേഹിക്കാന്ന് പറയണല്ലേ? ജോസന്റെ നല്ല അയൽക്കാരൻ ഞാനല്ലേ? ഞാൻ എവിടെ പോകണല്ലോ ജോസേട്ടാ, ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? കാണാം നിന്റെ കാര്യം. ജോസേട്ടാ. ശരി. ആ മുരളി സാറേ, വെക്കേഷൻ ആയിട്ട് നിങ്ങളെ കടയിലോട്ടൊന്നും കണ്ടില്ലല്ലോ? ട്രാൻസ്ഫർ ആയില്ലേ കുവൈറ്റിലോട്ട്? അല്ലാ, എന്റെ നല്ലൊരു കസ്റ്റമർ ഇല്ലാണ്ടായില്ല. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട് ദസ്തക്കറെ. എന്താണ് സാറേ? കഴിഞ്ഞ മാസം വാങ്ങിയ കുറെ പുതിയ ഫർണിച്ചറുകളുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്പോസ് ആക്കി തരണം. സാധനം 1 മാസം ആയാലും സെക്കൻഡ് ഹാൻഡ് ആണ് ട്ടാ. അയ്യോ, എനിക്കെന്റെ ഫ്ലാറ്റ് കാലേക്ക് തന്നാ മതി, കാശൊന്നും വേണ്ട. അങ്ങനെ ഞാൻ നോക്കട്ടെ. ഒന്ന് വേഗം നോക്കണോട്ടാ, അല്ലെങ്കിൽ അതൊഴിവാക്കും വേറെ കാശ് ചെലവാക്കേണ്ടി വരും. ഓക്കെ. ഷെരീഫേ മോനെ, എന്താ നിന്റെ വീട് മാറ്റം സെറ്റായാ? ഇല്ലക്കാ, ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും സെറ്റപ്പ് ആവണില്ല. ഫാമിലി എടുത്ത് വെച്ച് വരും ചെയ്യും. ആണോ? എത്ര നിന്റെ ബഡ്ജറ്റ്? ഒരു 2000 നിറവൊപ്പിക്കാം. അതിനൊരു 1500 മാറ്റ്, ബാക്കി നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഞാൻ വിളിക്കാം. അസ്സലാമു അലൈക്കും. പിടിച്ചോ. ആ ഫ്രിഡ്ജും കൂടി എടുത്ത് കയറ്റ്. വേഗം ആവട്ടെ ചന്ദ്രേട്ടാ. ഇത് എന്താണ്? ഒന്നും നടക്കൂല. മാറിക്കൊല്ലു. കടകത്തിച്ചും പോരെ. അതിലൊരുണ്ടോ പറയുമ്പോ തന്നെ മാറിക്കണം. വന്ന് പിടിച്ചേ നീ. ഇത് മാറിക്കണം. छोड़ो साहब, छोड़ो. ചോടോ. ഇതൊക്കെ കെട്ടി വലിക്കാൻ കൊണ്ടുപോകണം. കൊള്ളാല. പച്ചറ ഒറ്റയടിക്ക് 4 വിക്കറ്റാണ് പോയത്. എണ്ണി കൊടുക്കോ നീ? എനിക്ക് പുല്ല് പോലല്ല എന്റെ പ്രശ്നം സോൾവ് ആക്കിയത്. എപ്പോഴങ്ങനെ ഒരു സെൽഫി. 6, 8. നീ ഫോട്ടോ മറ്റേ ഷോർട്ട് ഫിലിം എടുക്കണേ. മതി മതിട്ടാ. ഇക്കങ്ങളെ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലോട്ട് ഫേമസ് ആക്കും. ഫേസ്ബുക്കിലൂടെ കൊല്ലു ഞാൻ നിന്നെ. എടാ, ആ വണ്ടിയുടെ പൈസ കൂടി കൊടുത്തേക്കിട്ടാ. ഓക്കെ കാ. ആ, എന്തൊരു നിസ്വാർത്ഥൻ. ഈ 1000 ദിർഹം ജോസേട്ടന് കൊടുത്തേക്ക്, ബാക്കി 500 വർഷാപ്പില്. എന്ത് പറ്റി? ഒന്നുമില്ല.